ഹലോ മക്കളെ. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഓണം എക്സാമിൻ്റെ ആൻസർ ഷീറ്റൊക്കെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ടൈമായിരിക്കും. ചില കുട്ടികളെങ്കിലും സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചൊരു രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്തൊരു മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇവർക്ക് കാണില്ല. മിസ് പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാകും, എന്നാൽ ചിലർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ രണ്ടായാലും നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി, ഇനി എക്സാമിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. അപ്പം ഓണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ പഠിച്ച രീതി നിങ്ങൾക്ക് ആപ്റ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റി എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടൈമാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. കാരണം മിസ് പറഞ്ഞ പോലെ ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് അധികം സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പൂജ ഹോളിഡേയ്സ് ഉണ്ട്, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെങ്കിൽ ആ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടമാകും. സോ ഈ ക്രിസ്മസ് എക്സാമിലേക്കുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഓണം എക്സാമിൽ കിട്ടിയ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു 5 കിടിലൻ സ്റ്റഡി ടിപ്സുമായിട്ടാണ് ഞാനും ഡോണ മിസ് എന്ന് എത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺസെപ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയി. അപ്പം എക്സാം ഹോളിലൂടെ ചെന്ന സമയത്ത് നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റില്ല. അതാണ് പല ആൾക്കാർക്കും ഈ പ്രാവശ്യം എക്സാമിന് മാർക്ക് കുറയാനായിട്ടുള്ള ഒരു റീസൺ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്താണ് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് അത് ബൈ ഹാർട്ട് ചെയ്തിട്ട് അവിടെ പോയി എഴുതാൻ പോകുമ്പോൾ നമുക്ക് പാളിപ്പോകും. ആക്ച്വലി അതിന് ആവശ്യമില്ല. എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ തന്നെ വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്, ദിവസം 1 മണിക്കൂറിൽ കുറയാതെ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ എക്സാമിൻ്റെ തലേന്ന് 5-6 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല മിസ്സായി. കാരണം നമുക്ക് എക്സാമിൻ്റെ തലേന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫോഗായിട്ടുള്ള മെമ്മറി ആയിരിക്കും. എന്തൊക്കെയോ എവിടേക്കോ ഒരു ഓർമ്മയുണ്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഡെയിലി ഒരു 2 to 3 അവർ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തലേന്ന് നിങ്ങൾ അത്രയും നേരം പഠിച്ചിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് പഠിച്ച ശേഷം അത് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ചില കോഡുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കീവേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടി നമുക്കത് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കോഡുകളും കാര്യങ്ങളും വെച്ച് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം കോൺസെപ്റ്റ് പഠിക്കുന്നതല്ല, വൺസ് അത് പഠിച്ച ശേഷം ഇങ്ങനത്തെ ചില കീവേഡ്സും അതുപോലെ ചില കോഡുകളും ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അത് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടും ഡയഗ്രമാണ്. ഇപ്പോൾ +2 എക്കണോമിക്സിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡയഗ്രാം പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓരോ ഡയഗ്രാം നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് നല്ല അടിപൊളിയായിട്ട് നോട്ട്ബുക്കിലൊക്കെ വരച്ച് 2-3 പ്രാവശ്യം വരയ്ക്കുമ്പോൾ തന്നെ ആ ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇപ്പോൾ +1 നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളെ പറ്റി പഠിക്കാനുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി വെക്കാനുണ്ട്. അതൊക്കെ നല്ല ഭംഗിയിൽ ഒരു ചാർട്ടിൽ എഴുതി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അത് കാണാനും, നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ പണ്ടുള്ളൊരു ടിപ്പാണ്, കുറച്ച് അട്രാക്റ്റീവായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ മനസ്സിൽ ഇതൊക്കെ കിടക്കും. സോ ഈ 4ാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് 5ാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ചെയ്ത് വർക്കൗട്ട് ചെയ്യുക എന്നൊരു കാര്യം. കാരണം ഇപ്പോൾ ഓൺ എക്സാമിന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയർ, അതായത് തൊട്ട് അടുത്ത വർഷങ്ങളെ മാത്രമല്ല, നമ്മളിപ്പോൾ ബാച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് കുട്ടികളെ എക്സാം എടുത്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻ വരെയെന്നല്ല, ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ 5ാമത് ചെയ്യേണ്ടത്. അതെ, മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സിലബസ് അല്ല, നമുക്ക് സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മുടെ ബാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ 5 ടിപ്പുകളും വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കീവേഡ്സും അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നതും ഫ്ലോ ചാർട്ടും ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ക്രിയേറ്റീവായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഓണം എക്സാമിന് എനിക്ക് മാർക്ക് കുറഞ്ഞു പക്ഷേ ക്രിസ്മസിലേക്ക് എനിക്ക് അടിപൊളി മാർക്ക് വാങ്ങണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ നമുക്ക് ഒരു നമ്പർ ഉണ്ടാകും, അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാകും. നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ നേരെ കയറി സൈലത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യുവ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേറെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് ക്രിസ്മസ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഇനി ഒന്നും പേടിക്കേണ്ടതായിട്ട് ഇല്ല. സോ ഈ 5 ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ക്രിസ്മസ് എക്സാം നമുക്ക് ഒരുമിച്ച് സെറ്റ് ആക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.